ദൈവകരുണയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുന്നു. ദൈവകരുണയെക്കുറിച്ച് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുകയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ. പിളർന്ന നെഞ്ചകത്ത് നിന്ന് കരുണയുടെ തിരുരക്തവും തിരുജലവും ഒഴുക്കുന്ന, കനിവിൻ്റെ കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന ഈശോയുടെ ചിത്രം അനേകരുടെ മനസ്സുകളിൽ ഇതിനോടകം പതിഞ്ഞു കഴിഞ്ഞു. കാരുണ്യത്തിൻ്റെ ആ ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആഴമായി പതിയേണ്ടതാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ആത്മനാഥൻ കൊടുത്ത ചിത്രീകരണം തന്നെയാണല്ലോ ഈ ചിത്രമായി പുറത്തു വന്നത്. ഈ ചിത്രത്തെ ആദരിക്കുകയും വണങ്ങുകയും ദൈവകരുണയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് പ്രത്യേകമായി സംരക്ഷിക്കും. എന്തുകൊണ്ടാണ് മനുഷ്യകുലത്തിന് ഈ കരുണ ആവശ്യമായി വന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനൊരു കാരണമുണ്ട്. മനുഷ്യകുലം മുഴുവൻ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിലായിപ്പോയി. ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ അനുസരണക്കേട് മൂലം വന്നു ഭവിച്ച ഒരു ദുരവസ്ഥയാണിത്. ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന സർവർക്കും ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിലേ കഴിയാൻ സാധിക്കൂ. കാരണം ആദത്തിൻ്റെ അപരാധത്തിൻ്റെ വ്യാപ്തി എല്ലാവരിലേക്കും പടരുകയാണ്. എന്നാൽ ഈശോ മിശിഹ, രണ്ടാം ആദമായ ഈശോ മിശിഹായുടെ മരണവും ഉത്ഥാനവും മൂലം നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. നമ്മൾ പുതുജീവിതത്തിലേക്ക് കടന്നു വന്നു. നമുക്ക് അതിനാൽ കൃപയ്ക്ക് തണലിൽ ജീവിക്കാനുള്ള ഭാഗ്യവും കിട്ടി. ഈ വലിയ ഭാഗ്യം നമ്മൾ അനുഭവിച്ചാണ് ഇന്ന് മുന്നേറുന്നത്. എൻ്റെ അത്യഗാധമായ കരുണ വചനമായ ഈശോ മിശിഹായിലൂടെയാണ് ഞാൻ വെളിപ്പെടുത്തുന്നത് എന്ന് ഫൗസ്റ്റീനായിക്ക് ആന്തരിക വെളിപാടുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും ആ സത്യമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ കാരുണ്യവും സ്നേഹവുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈശോ മിശിഹായുടെ ജനനവും അവൻ്റെ പരസ്യ ജീവിതവും അവൻ്റെ സന്ദേശങ്ങളും പ്രബോധനങ്ങളും പ്രഘോഷങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളുമെല്ലാം ഈ ദൈവകരുണയുടെ പ്രകാശനമായിരുന്നു. വാക്കിലും സംസാരത്തിലും സ്വരൂപത്തിലും സ്വഭാവത്തിലുമെല്ലാം ഈശോ അത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ തേടിയാണ് എന്നവിടുന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അന്വേഷിച്ചെത്തിയ രോഗികൾക്കും അനുതപിച്ചെത്തിയ പാപികൾക്കും അവൻ്റെ കരുണാകടാക്ഷമുണ്ടായി കാരുണ്യസ്പർശവും ലഭിച്ചു. രോഗികൾക്കല്ലേ വൈദ്യനെ ആവശ്യം, അവിടുന്ന് തന്നെ ഓർമ്മപ്പെടുത്തി. എത്രയോ വ്യക്തികളാണ് ഈശോ മിശിഹായിലൂടെ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചത്. ശാരീരികമായും മാനസികമായും ധാർമ്മികമായും ആത്മീയമായും തകർന്ന വ്യക്തികൾ ഈശോയുടെ കരത്തണലിൽ ദൈവകാരുണ്യത്തിൻ്റെ രുചി അറിഞ്ഞ് ജീവനിലേക്ക് തിരികെ വരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കടത്തിവിടുന്നത് നല്ലതാണ്. സക്കേവൂസ് എന്നൊരു മനുഷ്യൻ ഒത്തിരിയേറെ അപകർഷതാബോധത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് തന്നെ ഉള്ളിൽ ബോധ്യമുണ്ട് തൻ്റെ ജീവിത ചലനപാത അത്ര ശരിയല്ല എന്ന്. അടുക്കാൻ ഭയമുണ്ട്, കാണണമെന്ന് ആഗ്രഹമുണ്ട്,
ജനത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യം കുറവാണ്. അതുകൊണ്ട് ഒരു മരച്ചില്ലയുടെ ഒളിവിൽ ഇരുന്ന് ഇലച്ചാർത്തുകളുടെ മറവിൽ നിന്ന് യേശുവിനെ ഒരകലക്കാഴ്ചയ്ക്ക് അവൻ ശ്രമിക്കുകയാണ്. യേശുവോ അവൻ്റെ ആന്തരിക ഭാവത്തെ അകലെ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അവനെ വിളിച്ചിറക്കി, അടുത്ത് നിർത്തി, കൂട്ടത്തിൽ നടത്തി അവൻ്റെ മുറ്റത്ത് ചെന്നു. ആ സ്നേഹ സാമീപ്യ സഞ്ചാരമാണ് അവനിൽ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. ദിവ്യ വ്യക്തിയുടെ സമീപത്ത് സഞ്ചരിച്ചപ്പോൾ തൻ്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ആന്തരികമായ ഒരാവേശവും പുതുജീവിതത്തിലേക്കൊരാഗ്രഹവും ഉണർന്നിട്ട് അദ്ദേഹം യേശുവിനോട് പറഞ്ഞു, ഞാൻ എല്ലാം തിരികെ കൊടുക്കാൻ തയ്യാറാണ്. അധാർമികമായി നേടിയതെല്ലാം തിരികെ കൊടുക്കാം, വഞ്ചിച്ചെടുത്തതിനെല്ലാം 4 ഇരട്ടിയായി തിരികെ കൊടുക്കാം. യേശുവിൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. ഇവൻ അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എത്രയോ അർത്ഥപൂർണമായ മറുപടി. ഇവൻ അബ്രാഹത്തിൻ്റെ പുത്രനാണ്, വിശ്വാസ സമൂഹത്തിൻ്റെ അംഗമാണ്, നഷ്ടപ്പെടാൻ പാടില്ലാത്തവനാണ്, രക്ഷയുടെ വഴിയിൽ സഞ്ചരിക്കേണ്ടവനാണ്. അതിനാൽ അവനെ അനുഗ്രഹിച്ച് ഇപ്രകാരം യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നുവെന്ന്. ആശ്വാസത്തിൻ്റെ മൊഴികളാണത്, കാരുണ്യത്തിൻ്റെ തിരുമൊഴികൾ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മനസ്സ് സ്വതന്ത്രമായതിൻ്റെ ഒരു അനുഭവം സക്കേവൂസിൻ്റെ ഉള്ളിലും കുടുംബാംഗങ്ങളുടെ ഉള്ളിലും രൂപപ്പെട്ടിട്ടുണ്ടാകും ആ നിമിഷം, സംശയമില്ല. ദൈവത്തിൻ്റെ കരുണയുടെ തണലിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് ചലിപ്പിക്കാനുള്ള ആന്തരിക തീരുമാനത്തോടെയാണ് ആ മനുഷ്യൻ യേശുവിനെ തൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പറഞ്ഞയക്കുന്നത്. മറ്റൊരു വ്യക്തി ശാരീരിക ക്ലേശങ്ങളാൽ വലഞ്ഞ ഒരു വ്യക്തിയാണ്. ബേത്സയിദ കുളക്കടവിൽ കിടക്കുന്നു. 5 മണ്ഡപങ്ങളാണ് ആ കുളക്കടവിനുള്ളത്. അവിടെ അനേകം രോഗികളും കിടപ്പുണ്ട്. ജലാശയത്തിൽ മാലാഖ ഇടയ്ക്കിറങ്ങി ചലനമുണ്ടാക്കും. ആ ദൈവീക ചലനത്തിന് ശേഷം ആദ്യം ആ ജലാശയത്തിൽ ആരിറങ്ങുമോ അവന് സൗഖ്യം കിട്ടും. 38 വർഷമായി തളർവാത രോഗം പിടിച്ചു കിടക്കുന്ന മനുഷ്യൻ ദൈവീക ചലനത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ആ പടികൾ ഉരുണ്ട് താഴെ എത്തും. പക്ഷേ അതിനു മുമ്പേ ആരൊക്കെയോ ജലാശയത്തിലിറങ്ങി സുഖം പ്രാപിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. അനേക നാളുകളുടെ ആവർത്തനം കഴിഞ്ഞിട്ടും തനിക്ക് സൗഖ്യവും കിട്ടുന്നില്ല. യേശു അവനെ കണ്ടപ്പോഴൊരു ചോദ്യം ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ്റെ മറുപടി നമ്മൾ ശ്രദ്ധിക്കണം. യാതൊരു വിഷമവുമില്ലാതെ അവൻ പറഞ്ഞു, മാലാഖ ജലമിളക്കുമ്പോൾ എനിക്ക് മുമ്പേ പലരും ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് രക്ഷപ്പെട്ടു. എന്നെ സഹായിക്കാൻ ആദ്യമായിട്ടവിടെ ഒന്ന് എത്തിക്കാൻ ആളില്ല. പക്ഷേ ആ മനുഷ്യൻ നിരാശനല്ല. പ്രത്യാശയോടെ വീണ്ടും അതേ കഴിയുകയാണ്. അടുത്ത ചലനം എനിക്ക് വേണ്ടി ആയിരിക്കും എന്ന പ്രതീക്ഷയോടെ. ആ വിശ്വാസത്തിൻ്റെ കരുത്താണ് യേശുവിനെ സ്പർശിച്ചത്. യേശു അതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ. ആ മനുഷ്യൻ്റെ ആന്തരിക സന്തോഷം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. 38 വർഷത്തിൻ്റെ ക്ലേശങ്ങളെ ഒരു വാക്കുകൊണ്ട്, ഒരു തിരുമൊഴി കൊണ്ട് അവിടുന്ന് പരിഹരിച്ച്
ഭാരമായിരുന്ന തൻ്റെ ജീവിതത്തെ ഭാരമെടുക്കാൻ തക്കവിധം ശേഷി നൽകി വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച മറ്റൊരു വ്യക്തി. ധാർമ്മികമായി അധപ്പതിച്ച് തിന്മയുടെ വഴിയിൽ സഞ്ചരിച്ച് അഴുക്കുചാലിൽ ജീവിക്കും പോലെ ജീവിതം മുന്നോട്ട് പോയിരുന്ന ഒരു സ്ത്രീയെ വ്യഭിചാര കുറ്റം ചുമത്തി ഒരു പറ്റം ആളുകൾ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. കൈ നിറയെ കല്ലുകളും കവിൾ നിറയെ കടുത്ത വാക്കുകളുമായിട്ടാണ് അവർ വന്നത്. കൊല്ലണം, മോശയുടെ നിയമമനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം, അതാണ് ജനം ആക്രോശിക്കുന്നത്. യേശു ശാന്തമായിട്ടിരുന്നു. അവരുടെ ശബ്ദമുയർന്നു, യേശു നിശബ്ദത പാലിച്ചു. പിന്നീട് യേശു ശബ്ദിക്കാൻ ശിരസുയർത്തി, ജനം നിശബ്ദമായി. വളരെ കരുതലോടെ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. ഇവിടെ ആരാണ് വിധി പറയാൻ മാത്രം വിശ്വസ്തതയുള്ളവനും മറ്റുള്ളവരെ വിധിക്കാൻ മാത്രം വിശുദ്ധനുമായ ആരാണ് നിങ്ങളുടെ ഇടയിലുള്ളത്? പരിപൂർണ വിശുദ്ധിയുടെ സോപാനത്തിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കല്ലെറിയണം. അതായിരുന്നു യേശുവിൻ്റെ ശക്തമായ വാക്കുകൾ. അവരവരുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ യേശു അവസരം കൊടുക്കുകയായിരുന്നു. അവരാരും കല്ലെറിയാൻ മുതിർന്നില്ല. അവർക്ക് തന്നെ ഉള്ളിലൊരു കുറ്റബോധം തോന്നി. മുതിർന്നവർ മുതൽ കല്ലുകൾ താഴെയിട്ട് കടന്നു കളഞ്ഞു. യേശുവും കുറ്റമാരോപിക്കപ്പെട്ട സ്ത്രീയും മാത്രം. യേശു അവളെ നോക്കിയിട്ട് ഇപ്രകാരം ചോദിച്ചു, സ്ത്രീയെ, അവരെവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല എന്ന് താഴ്മ സ്വരത്തിൽ അവൾ പറഞ്ഞു. യേശുവിൻ്റെ പിന്നീടുള്ള മൊഴി നമ്മൾ ശ്രദ്ധിക്കണം. ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. സ്നേഹപൂർണമായ കരുണ നിറഞ്ഞ വാക്കുകൾ. അവളുടെ പഴയ ജീവിതത്തെ അക്കമിട്ടെണ്ണി പറഞ്ഞ് നൊമ്പരപ്പെടുത്തിയില്ല നാഥൻ. അവളുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ വീഴ്ചയുടെ ആഴത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തിയില്ല ഈശോ. ഒന്നും പറയാതെ താൻ വന്നത് ആരെയും വിധിക്കാനല്ല, രക്ഷിക്കാനാണെന്ന ബോധ്യം കൊടുക്കാൻ തക്കവിധം അവിടുന്ന് പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, മേലിൽ പാപം ചെയ്യരുത്. സ്നേഹത്തോടെയുള്ള ഉപദേശം. അത്രയും വലിയ കൃപ കിട്ടിയാൽ ആരാണ് മാനസാന്തരപ്പെടാതിരിക്കുക? തകർന്ന ഒരു ജീവിതത്തിൽ നിന്ന് കൃപയുടെ വഴിയിലേക്കുള്ള തിരിച്ചുവരവായിരുന്നത്. സമാനമായ ഒരു സംഭവം യോഹന്നാൻ സുവിശേഷകനും രേഖപ്പെടുത്തുന്നുണ്ട്. യാക്കോബിൻ്റെ കിണറിൻ്റെ സമീപത്ത് ഒരു സ്ത്രീ, അതും ഒന്നിനു പിറകെ ഒന്നായിട്ട് ഏതാനും പുരുഷന്മാരോട് കൂടെ ജീവിതം പങ്കുവച്ച മനസ്സാക്ഷി കടുത്തുപോയ ഒരു സ്ത്രീ. യേശു വളരെ സ്നേഹത്തോടെ ശാന്തതയോടെ അവളോട് സംവാദിക്കുകയും അവളെ രക്ഷയുടെ വഴിയിലേക്ക്, രക്ഷകനിലേക്ക്, സത്യത്തിൻ്റെ തുറവിയിലേക്ക് അവളെ സാവകാശം നടത്തുകയുമാണ്. ദൈവത്തിൻ്റെ കരുണ എന്താണ് എന്ന്, യഥാർത്ഥ ബലിയർപ്പണം എന്താണ് എന്ന് ഈശോ അവളെ സാവകാശം പഠിപ്പിച്ചു. അവൾക്കത് ബോധ്യമായി. ഹൃദയത്തിൻ്റെ ആഴത്തിൽ അനുഭവിച്ച ആ കാരുണ്യവും സ്നേഹവും മറ്റുള്ളവരോടുകൂടെ പങ്കുവയ്ക്കണം എന്നൊരു വലിയ ആഗ്രഹം അവളിൽ ഉദിച്ചു. അവൾ പട്ടണവാസികളെ മുഴുവൻ
യേശുവിൻ്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു. ആ ജനം മുഴുവൻ യേശുവിൻ്റെ കൃപാവചസ്സുകൾ കേൾക്കുകയും അവൻ്റെ കാരുണ്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ചെയ്തു. ഓർക്കണം, പരസ്യ പാപിനിയായിരുന്നവൾ ദൈവകാരുണ്യത്തിൻ്റെ പ്രഘോഷകയായി മാറി. അത്ഭുതകരമായ കാര്യങ്ങളാണ് യേശുവിൻ്റെ ജീവിതത്തിൽ എന്നും സംഭവിച്ചുകൊണ്ടേയിരുന്നത്. അതിന് ദൃക്സാക്ഷികളും പലരുമുണ്ട്. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നവരും അവനെ സമീപിച്ചു. ഒരു കുഷ്ഠരോഗി, ശരീരത്തിൽ കുഷ്ഠം, അവൻ്റെ കാര്യമോ കഷ്ടം. വീട്ടുകാരവനെ തള്ളി, നാട്ടുകാരവനെ ഓടിച്ചു. അവന് ജനസമൂഹത്തെ സമീപിക്കാൻ അവകാശമില്ല എന്ന് ജനം പറഞ്ഞു. പക്ഷേ അവൻ യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നു. ഉള്ളത്തിൽ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നു. ഒരു നാൾ കാണാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ എല്ലാ നിയമങ്ങളും ഭേദിച്ച് അവൻ ഉറക്കെ വിളിച്ചു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണം. യേശു അവന് നോക്കി. പുറമേ അഴുക്കും ഉള്ളാലെ അഴകുമുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ട് യേശു അവനിൽ സംപ്രീതനായി. ഉള്ളിലെ അഴകിനെ കണ്ടപ്പോൾ പുറമേയുള്ള അഴുക്ക് യേശു മറന്നു. യേശു അവനെ സ്പർശിച്ചു, അവന് സൗഖ്യവും കൊടുത്തു. കാരുണ്യത്തിൻ്റെ കരസ്പർശം അവൻ അനുഭവിച്ചു, ശരീരത്തിലും ഉള്ളത്തിലും. അവൻ യേശുവിൻ്റെ പിന്നാലെ അല്ലാതെ പിന്നെങ്ങോട്ട് പോകാൻ? കരുണ അനുഭവിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുതന്നെയാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. ഞാനൊരു ജീവിത അനുഭവം കൂടെ പങ്കുവയ്ക്കുകയാണ്. ഒരു ചെറിയ അപകടത്തിൽ എൻ്റെ നട്ടെല്ലിന് കേടുപറ്റി. അടിമാലി മോർണിംഗ് സ്റ്റാർ ആശുപത്രിയുടെ കട്ടിലിൽ ഇരുകാലിലും ചെറിയ മണൽ ചാക്കുമായിട്ട് എന്നെ കിടത്തിയിരിക്കുകയാണ്. പണ്ടൊക്കെ ആശുപത്രികൾ സന്ദർശിക്കുമ്പോൾ അതുപോലെ കിടക്കുന്ന രോഗികളെ ഞാൻ കണ്ടിരുന്നു. കാണാൻ ഭംഗിയുള്ളൊരു കാഴ്ച. പക്ഷേ സ്വന്തം കാലിൽ ഭാരം കയറിയപ്പോഴാണ് വേദന എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അറിയാതെ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. ചില ദിവസങ്ങളിൽ അത് കഠിനമായിരുന്നു. ഡോക്ടറോട് ഞാൻ അല്പനേരത്തേക്ക് അതൊന്ന് ഊരിവെക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിവർന്ന് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോഴിത് സഹിക്കണം. ഞാനത് സഹിച്ചു. വേദനകളൊക്കെ ഒരല്പം കുറഞ്ഞപ്പോൾ ഇടവേളകളിൽ അരയ്ക്കൊരു നല്ല ബെൽറ്റിട്ട് നടക്കാൻ അനുവാദം കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ വേദനയെ മറക്കാൻ മറ്റു രോഗികളെ കാണാനായി ഇറങ്ങി വാർഡുകളിൽ പോയി. കാലിൻ്റെ കുതിഞ്ഞരമ്പ് മുറിഞ്ഞ് ഓപ്പറേഷൻ നടത്തി കുത്തിക്കെട്ടി 2 തലയണ വെച്ച് അതിൽ കാലുയർത്തി കിടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഭംഗിയൊന്നുമില്ല അദ്ദേഹത്തെ കാണാൻ. കാരണം നീട്ടി വളർത്തിയ മുടി, ചീകി ഒതുക്കാത്ത താടിമീശകൾ, ചുണ്ട് കണ്ടാൽ അറിയാം സ്ഥിരം പുകവലിക്കുന്നയാളാണെന്ന്. വെറുതെ ഒന്ന് പരിചയപ്പെട്ടു. കൂട്ടത്തിൽ എല്ലാവരോടും ചോദിക്കും പോലെ അറിയാതൊരു ചോദ്യവും, സുഖമാണോ? ഞാൻ അച്ഛൻ വേഷത്തിലല്ലായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, തനിക്ക് കണ്ണില്ലേ? ഇങ്ങനെ കിടക്കുമ്പോഴാണോടോ സുഖം? ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്തിയില്ല, ആരാണെന്നും പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ വന്നതിന് ശേഷം സൗഖ്യമായി തുടങ്ങിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്പം ദേഷ്യത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കന്യാസ്ത്രീകളും കൊള്ളാവുന്നതില്ല, ഒരു നേഴ്സുമാരും നന്നായിട്ട് നോക്കുന്നില്ല. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി,
അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. ഞാൻ പറഞ്ഞു, ഞാനും വന്നിട്ട് കുറേ ദിവസങ്ങളായി, നല്ലതിനെ ഒന്നിനെ ഇതുവരെ ഞാനും കണ്ടില്ല. അവന് സന്തോഷമായി. സമാന ചിന്താഗതിയുള്ള ഒരു ചെറുപ്പക്കാരനെന്ന് അവൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു. ആ സന്ദർശനം 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വേള ഞാൻ കുർബാന ചൊല്ലാൻ അനുവാദം വാങ്ങി എൻ്റെ ലോവയും ധരിച്ച് മറ്റൊരാളുടെ കൈപിടിച്ച് ഭിത്തിയിലും സ്പർശിച്ച് ഞാൻ ചാപ്പലിലേക്ക് പയ്യെ നടക്കുമ്പോൾ അവൻ എതിരെ വന്നു. എന്നെ കണ്ടു. അവനൊന്ന് ഞെട്ടി. പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഞാൻ കുർബാന കഴിഞ്ഞ് എൻ്റെ ഉടുപ്പൊക്കെ മാറ്റിയിട്ടിട്ട് പഴയ വേഷത്തിൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നു. അവൻ എന്നോട് പിണങ്ങി. ഇനി എന്നോട് സംസാരിക്കണ്ട, അച്ഛനാണെന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. ഞാൻ അവനോട് സ്നേഹത്തോടെ പറഞ്ഞു, നീ എന്നോട് ആരാണെന്ന് ചോദിച്ചില്ല, എവിടെ നിന്നാ വരുന്നതെന്നും നീ ഇന്ന് വരെ എന്നോട് ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയതുമില്ല. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇനി എന്നോടൊരക്ഷരം മിണ്ടണ്ട. അവൻ മറുവശത്തേക്ക് ചരിഞ്ഞു കിടന്നു. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോന്നു. എനിക്ക് വിഷമമായി. 2-3 ദിവസം കൊണ്ട് ഇവനെ ആഴമായിട്ടൊന്ന് ദൈവമേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണല്ലോ എന്നൊരു വേദനയോടെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഞാൻ എൻ്റെ കട്ടിലിൽ പോയി കിടന്നു. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ജപമാല കയ്യിലെടുത്തു. ഞാൻ അവനെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഞാൻ കിടക്കുന്ന മുറിയുടെ ജനാലയ്ക്കൽ വന്ന് അവൻ്റെ ഭാര്യ എത്തിവലിഞ്ഞു നോക്കി. ഞാൻ കരയുന്നത് കണ്ടിട്ട് ആ സ്ത്രീ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ മനുഷ്യ അച്ഛനോട് കയർത്ത് സംസാരിച്ചത്? അച്ഛൻ അവിടെ പോയി കിടന്ന് കരയുകയാണ്. പാവം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഭാര്യയുടെ കൈപിടിച്ച് ചാടിച്ചാടി എൻ്റെ മുറിയിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ നടുവിൻ്റെ വേദന കൊണ്ട് ഞാൻ കരഞ്ഞതല്ല, നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണ്. ഒന്നും മിണ്ടാതെ അവൻ തിരികെ പോയി. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് അവൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടു, അച്ഛൻ ഇന്ന് കുർബാന ചൊല്ലുമോ? എന്നെ ഒന്ന് കൂട്ടത്തിൽ കൊണ്ടുപോകുമോ? എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ സിസ്റ്റേഴ്സിനെ ബെല്ലടിച്ച് വിളിച്ചു. ഇന്ന് 2 കസേരകൾ കൂടെ നിങ്ങൾ ഇടണം. ഒന്ന് എൻ്റെ സുഹൃത്ത് ആ വാർഡിലുള്ള ജോണിക്കിരിക്കാനാണ്. ഒരു കസേര അവൻ്റെ കാലുയർത്തി വയ്ക്കാനാണ്. അങ്ങനെ അവൻ തുടർച്ചയായി 3 ദിവസം എൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നു. ഞാൻ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കഞ്ചാവിനും കള്ളിനും അടിമയായ ജോണിയെ ഞാൻ ആ ബലിപീഠത്തിൽ കർത്താവിൻ്റെ കൃപയ്ക്കും കാരുണ്യത്തിനുമായി സമർപ്പിക്കുകയായിരുന്നു 3 ദിവസം. 4-ാം ദിവസം ഞാൻ ആശുപത്രിയിൽ നിന്ന് പോകുന്നു. അവനോട് വിട പറഞ്ഞു പോയി. പക്ഷേ അവനുറങ്ങാൻ കഴിയുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അവർ സിസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് അവൻ ചോദിച്ചു, എനിക്ക് സ്റ്റാൻലി അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ? അവർ പറഞ്ഞു, 1 മാസം കഴിയുമ്പോൾ ചെക്കപ്പിന് വരും. അവൻ ചോദിച്ചു, ഏതെങ്കിലും ഒരച്ഛനെ കാണാൻ പറ്റുമോ? അവരൊരച്ഛനെ വിളിച്ചു. 16 വർഷങ്ങൾ കൂടി ആ മനുഷ്യൻ ആദ്യമായി കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ദൈവം കാരുണ്യവാനാണ്. തകർന്ന ജീവിതങ്ങളെ അവൻ തൊട്ടുണർത്തും. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അടിമാലി ടൗണിൽ തൊടുപുഴയ്ക്കുള്ള ബസ് കാത്ത് ഞാൻ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് വന്നൊരാൾ എന്നെ തോണ്ടി, അച്ഛാ, എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എത്രയോ പേരോട് പരിചയപ്പെടുന്നു, ഒന്ന് ഓർമ്മ പുതുക്കാമോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലേ മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ കിടന്നത്?
അച്ഛനല്ലേ എന്നെ 3 ദിവസം കുർബാനയ്ക്ക് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞു, ജോണി, നിൻ്റെ ഭാവവും രൂപവും എല്ലാം മാറി. നിൻ്റെ ആ പഴയ വികൃതമായ രൂപം എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. അവൻ 2 കൈകളും കൂപ്പി എനിക്ക് നന്ദി പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ്. ദൈവത്തിൻ്റെ കരുണയുടെ പ്രകാശനത്തിന് 4 ഘട്ടങ്ങളുണ്ട് എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. 1-ാം ഘട്ടം അത് സൃഷ്ടിയിലായിരുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം മുഴുവൻ പങ്കുവയ്ക്കാൻ അവിടുന്ന് ഈ പ്രപഞ്ചത്തെ രൂപകൽപ്പന നൽകി. ധാതുമണ്ഡലവും സസ്യമണ്ഡലവും മൃഗമണ്ഡലവുമെല്ലാം അവൻ്റെ പരിപാലനയുടെയും കാരുണ്യത്തിൻ്റെയും തണലിലാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നതും പരിരക്ഷിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും അവിടുന്ന് തന്നെ. സൃഷ്ടിയിലെ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും രൂപപ്പെട്ടവനാണ്. അതുകൊണ്ട് അവനെ ദൈവം പരിഗണിക്കാതിരിക്കില്ലല്ലോ, തീർച്ചയായും പരിഗണിക്കും. ദൈവകരുണയുടെ 2-ാം ഘട്ടം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനമാണ്. ജനനം, അവിടുത്തെ പരസ്യജീവിതം, പ്രബോധനം, അത്ഭുത പ്രവൃത്തികൾ, അവൻ്റെ പീഡാസഹനം, കുരിശുമരണം, മഹനീയമായ ഉത്ഥാനം, നമ്മളെ രക്ഷയിലേക്ക് ഉയർത്തിയ രക്ഷാകര സംഭവങ്ങൾ. 3-ാമത്തെ ഘട്ടം ഈ കുരിശുമരണവും ഉത്ഥാനവുമാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തിയായ കരുണയുടെ പ്രകാശനമാണ് ഗാഗുൽത്താ മലയിൽ നമ്മൾ കാണുന്നത്. കാരുണ്യത്തിൻ്റെ 4-ാം ഘട്ടമെന്ന് പറയുന്നത് ഉത്ഥാനത്തിന് ശേഷമാണ്. 2 വലിയ ദാനങ്ങളാണ് ദൈവം കാരുണ്യത്തോടെ നമുക്ക് തന്നത്: വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും. ആ വിശുദ്ധ കുർബാനയുടെ മുൻപിലാണ് കാരുണ്യത്തിൻ്റെ ആ ബലിയർപ്പണം നടത്തി നമ്മൾ നമ്മളെ തന്നെ ദൈവപിതാവിന് സമർപ്പിക്കുന്നത്. ആ വലിയ കൃപയുടെ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഫൗസ്തീനയോട് ഈശോ ഒരിക്കൽ പറഞ്ഞു, ഞാനിന്നേറെ സങ്കടപ്പെട്ടത് നീ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തത് കൊണ്ടാണെന്ന്. ഡയറിക്കുറിപ്പിൽ നിന്ന് ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം പിടഞ്ഞു. ഞാൻ എത്രയോ ആന്തരികമായ ഒരുക്കത്തോടെ സമീപിക്കേണ്ട കൂദാശയാണ് വിശുദ്ധ കുർബാന എന്നൊരാവർത്തി കൂടെ ഞാൻ മനസ്സിലോർത്തു. പ്രിയമുള്ളവരെ, ദൈവകരുണയുടെ ഈ നല്ല ദിവസങ്ങളിൽ നമ്മുടെ മനസ്സുകളിലേക്ക് ദൈവം തൻ്റെ പുത്രനിലൂടെ ഒഴുക്കിയ കാരുണ്യത്തെ നമുക്കനുസ്മരിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ നിന്ന് കാരുണ്യത്തിൻ്റെ കഥകൾ പഠിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവിടുന്ന് കരുണയൊഴുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ള ഏതാനും നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചതിൻ്റെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഏതാനും സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രവിക്കും. അതിനുശേഷം ദൈവകരുണയുടെ നൊവേനയും നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവകരുണയുടെ ഈ ആലയത്തിൽ വന്ന്
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ചില അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. പാലായിൽ നിന്ന് തോമസ് എന്ന മകൻ തൻ്റെ മകന് വേണ്ടി എഴുതുന്ന സാക്ഷ്യം. എൻ്റെ മകൻ വിദേശത്ത് ജോലിയായിരുന്നു. ഭാര്യയും 2 മക്കളുമുള്ള അവൻ 40 വർഷമായിട്ട് തുടരുന്ന മദ്യപാനം കാരണം കുടുംബത്തിൽ കലഹവും വീട്ടിൽ വളരെ പ്രശ്നങ്ങളുമായിരുന്നു. അവൻ്റെ മദ്യപാനം കാരണം ജോലി നഷ്ടപ്പെട്ടു. ഈ അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ ഇവിടെ ഡിവൈൻ മേഴ്സി ഷൈനിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ മകനു വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവനു വേണ്ടി തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും 9 ദിവസം മുട്ടയിൽ നീന്തി കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 9 ദിവസത്തിന് ശേഷം മകന്റെ ഭാര്യ എന്നെ വിളിച്ചു പറഞ്ഞു, അവൻ പൂർണ്ണമായും മദ്യപാനത്തിൽ നിന്ന് പിന്തിരിയുകയും അതുപോലെ തന്നെ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തുവെന്ന്. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഈ വലിയ അനുഗ്രഹം നൽകിയ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കോലടിയിൽ നിന്നുള്ള ശില്പ മാത്യുവിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഈ മകള് പല പ്രാവശ്യം OET എക്സാം എഴുതി, എന്നാൽ പാസ്സായില്ല. വളരെ വേദനയോടെ ഇരിക്കുമ്പോൾ ഇവിടെ ഡിവൈൻ മേഴ്സി ഷൈനില് അടുത്ത എക്സാം എഴുതുന്നതിന് മുമ്പ് 9 ദിവസം വന്ന് അടുപ്പിച്ച് ഇവിടുത്തെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുകയും പ്രത്യേകിച്ച് ഈ നിയോഗം സമർപ്പിച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് OET എക്സാം എഴുതുവാൻ പോയി. മാതാവ് അത്ഭുതകരമായിട്ട് B സ്കോർ നൽകി എല്ലാ വിഷയങ്ങൾക്കും തന്ന് അനുഗ്രഹിച്ചു. തുടർന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലിയിലും പ്രവേശിക്കുവാൻ സാധിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും ദൈവകരുണയുടെ അമ്മയ്ക്കും 1000 നന്ദി. അടുത്തത് നാദപുരത്ത് നിന്ന് അനീഷ് കുമാറിന്റെ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ജോലിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പരീക്ഷ എഴുതുവാനും അതുപോലെ തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മകൻ വലിയൊരു ആഗ്രഹത്തോടു കൂടി സർക്കാർ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എക്സാം എഴുതി. എന്നാൽ പല എക്സാമുകളും പാടായിരുന്നു. പിന്നീട് ഒരു എക്സാം എഴുതിയതിനു ശേഷം ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം യാചിക്കുകയും സാധിക്കുന്ന വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ആ എക്സാമിൽ ഉന്നതമായ വിജയം നൽകി മാതാവ് അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും മാതാവ് അവസരമൊരുക്കി. ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും നന്ദി. ആനിക്കാട് നിന്നുള്ള ട്രീസ ഷാജുവിന്റെ ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് കേൾക്കാം. പഠനം കഴിഞ്ഞ് ഈ മകൾ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എങ്കിലും പല കാരണത്താൽ ജോലിയൊന്നും ശരിയായില്ല. അപ്പോൾ മനസ്സിൽ ഒത്തിരി നിരാശ നിറഞ്ഞു. പഠിച്ചത് വെറുതെ ആയല്ലോ, ഇനി മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം, ജോലിയില്ലാതെ മുന്നോട്ട് എങ്ങനെ നീങ്ങും എന്ന ഒത്തിരിയേറെ നിരാശകൾ മനസ്സിൽ നിറഞ്ഞപ്പോൾ ഈ മകളുടെ അമ്മ മകളുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിക്കുകയും പ്രത്യേകിച്ച് അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ ഡിവൈൻ മേഴ്സി ഷൈനിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 9 വെള്ളിയാഴ്ചകളിൽ ഇവിടെ അടുപ്പിച്ച് വന്ന് വിശുദ്ധ കുർബാനയിലും നൊവേനയിലും കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുകയും പ്രത്യേകിച്ച് ഈ നിയോഗം സമർപ്പിച്ച് മുട്ടയിൽ നീന്തി കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയും തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഓസ്ട്രേലിയയിൽ ഇന്ന് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ പരിശുദ്ധ അമ്മ അനുഗ്രഹം നൽകിയിരിക്കുന്നു. ഈ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ എന്നും കരുണയും അനുഗ്രഹവും വർഷിക്കുന്നവളാണ് നമ്മുടെ അമ്മ. നമ്മൾ ഓടിയെത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്ന അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ നമുക്ക് ഇനിയും ആശ്രയിക്കാം. അതോടൊപ്പം നമ്മിലേക്ക് എന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരുണയുടെ നൊവേനയിലേക്ക് നമുക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയാലെ നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയാലെ നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനമെന്നിൽ
ചൊരിയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയാലെ നീ എന്നിൽ നിറയണമേ. യേശുവിലേറെ സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണയുടെ നൊവേനയിൽ 3-ാം ദിവസത്തിൽ ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഈശോയ്ക്ക് ആശ്വാസം പകർന്ന ഭക്തിതീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള ആത്മാക്കളെ ഓർത്ത് സ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിശ്വസ്തതയുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കരുണയുടെ ഭക്താക്കളായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ നൊവേനയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ പിതാവിൻ്റെ കരുണ ഈ കാലഘട്ടത്തിൽ ലോകത്തിന് വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കരുണ വർഷിക്കാൻ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് തിരഞ്ഞെടുത്ത ഈ ദേവാലയത്തിൽ വന്ന് ദുഃഖിതമായ ആത്മാവോടും തളർന്ന ഹൃദയത്തോടും കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ വർഷിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അപരാധങ്ങൾ ഓർക്കാതെ അങ്ങയുടെ നാമത്തെയും ശക്തിയെയും അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനത്തെയും പ്രതി ഞങ്ങളോട് കരുണ തോന്നണമേ. കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്നരുളി ചെയ്ത് ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കി ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതാ നിൻ്റെ അമ്മ എന്നരുളി ചെയ്തുകൊണ്ട് സ്വന്തം അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന ഈശോയെ, ഈ നവനാളിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും ചിന്തകളെയും കഴുകി വിശുദ്ധീകരിച്ച് എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയേ, സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായി ഈശോയെ, സർവലോകത്തെയും അങ്ങാവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയെത്തിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ആമേൻ. 3-ാം ദിവസം ഭക്തിതീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക.
കുരിശിൻ്റെ വടിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. നമുക്ക് ഏറ്റുചൊല്ലാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്നും ഞങ്ങളുടെ മേൽ സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അങ്ങിൽ നിന്നും അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടി ഉണ്ടായിരിക്കണമേ. അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അകന്നു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്കിടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ 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 അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ദൈവമേ, നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവിന്റെ കരുണ മക്കളിൽ അപാരം തന്നെ. അതിനേക്കാൾ എത്ര വലുതാ നിന്റെ കാരുണ്യം. സമുദ്രത്തെ വെന്നിടുന്ന ആഴമുണ്ടല്ലോ. ഗഗനത്തെക്കാളേറെ ഉയരമുണ്ടല്ലോ. ദൈവമേ, നിൻ കരുണയെത്ര അവർണ്ണനീയം. പ്രശംസിക്കാൻ ശക്തരല്ല മക്കളീ ഞങ്ങൾ. 70 തവണയല്ല നീ ക്ഷമിക്കുന്നു. ഏഴകളാം ഞങ്ങളെ നീ കടാക്ഷിക്കുന്നു. പിതാവേ, നിൻ മക്കളല്ലോ ഞങ്ങളെല്ലാരും. ഭുവനവാസം ചെയ്തിടുന്ന പഥികരെല്ലാരും. ഞങ്ങളങ്ങേ ഭവനമണയാൻ വരം തന്നിടൂ. സ്വർഗരാജ്യം ഞങ്ങൾക്കായി നീ തുറന്നിടൂ.
ഭൂവാസികളോടൊപ്പം ഭക്തിപൂർവം സാഘോഷം ദൈവത്തിൻ്റെ കരുണയെ സ്തുതിച്ചുകൊണ്ട് ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാക്കാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികവും അമാനുഷികവുമായി ബുദ്ധി കണക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരിലേക്കും ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറമയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെയും വിസ്മയങ്ങളുടെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ പാപികൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോ മിശിഹായിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകമായി ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമാകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. കരുണ കാണിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളിയും മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകരും വഴി വന്നുപോയ സകല പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളെ ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, അനന്തകാരുണ്യത്തിന്റെ ഉറവിടമേ, സഹാനുഭൂതിയുടെ അക്ഷയപാത്രമേ, കനിവോടെ ഞങ്ങളുടെ മേൽ നോക്കണമേ. അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഘട്ടങ്ങളിൽ നിരാശരും ദുഃഖിതരുമാകാതെ കാരുണ്യവും സ്നേഹവും തന്നെയായ അങ്ങയുടെ തിരുമനസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കരുണയുടെ വക്താക്കളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകരുണ ഞങ്ങളിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേലും മാതാപിതാക്കളുടെ മേലും പൂർവികരുടെ മേലും അങ്ങേ കരുണ ചൊരിയണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മൾ ഭക്തിപൂർവം ഇന്ന് പങ്കെടുത്ത ദൈവകരുണയുടെ അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. തുടർന്ന് വരും ദിവസങ്ങളിലും ദൈവകരുണയ്ക്കായി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കർത്താവ് നമുക്ക് നൽകിയ ദൗത്യമായ ദൈവകരുണയുടെ ഈ സ്വർഗീയ സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുന്നതിൽ നമുക്കും പങ്കാളികളാകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.